പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഒപ്പം എനിക്ക് വേണ്ടി കൂടി സുരക്ഷിതനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിലേക്ക്. മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചുവെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം വിസസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽ സെഫോനു കിഴക്കുള്ള ചിഹറോത്തിന് നേരെ യാത്ര ചെയ്തു. മിഗ്ദോലിന് മുന്നിൽ പാളയമടിച്ചു. അവിടെ നിന്നും കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. ഏറ്റവും മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തു. മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലീമിൽ എത്തി പാളയമടിച്ചു. ഏലീമിൽ 12 നീരുറവുകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട സീൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഹീദീമിലും എത്തി പാളയമടിച്ചു. റഹീദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റഹീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസോറോത്തിലും നിന്ന് റിദ്മായിലും എത്തി പാളയമടിച്ചു. റിദ്മായിൽ നിന്ന് പുറപ്പെട്ട് റിമോൺ പെരേസിലും അവിടെ നിന്ന് ലിബ്നയിൽ നിന്ന് റുസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹോലാത്തിൽ എത്തി പാളയമടിച്ചു. കെഹോലാത്തിയയിൽ നിന്ന് പുറപ്പെട്ട് ഷേഫേർ മലയിലും അവിടെ നിന്ന് ഫരാദായിൽ നിന്ന് കേഹേലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തെരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിൽ നിന്ന് ഹഷ്മോനയിലും അവിടെ നിന്ന് മൊസോറോത്തിലും എത്തി പാളയമടിച്ചു. മൊസോറോത്തിൽ നിന്ന് പുറപ്പെട്ട ബൊനോയ
ബനയാക്കാനിലും അവിടെ നിന്ന് ഗാദിലും അവിടെ നിന്ന് യോദ്ബത്തായിൽ നിന്ന് അബ്രോറായിലും എത്തി. അബ്രോറായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗേബനിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദേശിലും അവിടെ നിന്ന് ഏതോ ദേശത്തിന്റെ അതിർത്തിയിലുള്ള സോർമലയിലും എത്തി പാളയം മരിച്ചു. പുരോഹിതനായ അഹറോൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹറോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരോദ് രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേലിയർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിൽ നിന്ന് മോവാബിന്റെ അതിർത്തിയിലുള്ള അബാറിയിലും എത്തി പാളയം അടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സീബോൻ ഗാദിലും അവിടെ നിന്ന് ആൽമോദ് ദിബ്ലാത്തായിലും അവിടെ നിന്ന് അബാറിയും മലകളിൽ നെബോബിന് കിഴക്കുവശത്തും എത്തി പാളയം അടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മോവാബ് സമുദ്രത്തിൽ പാളയം അടിച്ചു. ആ പാളയം ബെത്യേഷിമോൻ മുതൽ ആബേൽ-ശിത്തീം വരെ വ്യാപിച്ചിരുന്നു. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മോവാബ് സമുദ്രത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടെയായിരിക്കും ഓരോരുത്തരുടെയും അവകാശം. പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.